ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ തിരുപ്പതി പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പോകും മുന്നേ നേരെ കള്ളിക്കാട് പോയി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് പോകുന്നത്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാറ്റാം ഒരു മിനിറ്റ്. ആ ട്രോളി കിടക്കും പോലെ ഇട്. ഞാൻ എടുത്ത് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ വേദയ്ക്ക് തന്നെ എടുത്ത് വയ്ക്കണം. ഓക്കെ അപ്പോൾ അതേ നമ്മൾ ഓൾ സെറ്റാണ്. ഇപ്രാവശ്യം ഒരു കുഞ്ഞു ട്രിപ്പാട്ടോ. നമുക്ക് ഓണത്തിന് തിരിച്ചിങ്ങി എത്തണം. പക്ഷെ അതിന് മുന്നേ ഒന്ന് തിരുപ്പതിയിൽ വണ്ടി എടുത്ത സന്തോഷത്തിൽ പോകണം. അതുകൊണ്ട് കുഞ്ഞു ട്രിപ്പാണ്. എല്ലാ വർഷം പോകുന്നതാണ്. അതുകൊണ്ട് പോയേ പറ്റൂ. വണ്ടി കൂടെ എടുത്തത് കൊണ്ട് പോയേ പറ്റൂ. പക്ഷേ ഓണത്തിന് മുന്നേ തിരിച്ചെത്തണം. അപ്പോൾ നമുക്ക് നേരെ കള്ളിക്കാട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരുപ്പതിയിലേക്കുള്ള യാത്ര തിരിക്കാം. നേരെ നമ്മൾ കള്ളിക്കാട് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ ഓൾഗയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. കാരണം അവരോട് നമ്മളും കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ കാർ എങ്ങനെയുണ്ട്, ഇവിടെ പോകണു, എന്താണെന്നൊക്കെ ഓൾഗ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കാർ എടുത്തു, ഇങ്ങനെ തിരുപ്പതി പോവാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ കുറച്ച് സമയം അവിടെ നിന്ന ശേഷം നമ്മുടെ കാറൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോയേട്ടോ. അച്ഛനും അമ്മയൊക്കെ കാർ ഇങ്ങനെ നോക്കുകയാണ്. ഓൾഗയെ നോക്കുകയാണ് കേട്ടോ. അതിനോടൊപ്പം എല്ലാവർക്കും ഇഷ്ടമായി, കളർ ഇഷ്ടമായി, കാർ ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. രാവിലെ ഗോതമ്പ് ഉറട്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തേത്. പുട്ട വയ്ക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊക്കെ ഗോതമ്പ് ഉറട്ടി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഗോതമ്പ് ഉറട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോതമ്പ് ഉറട്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും പുട്ടൊക്കെ എന്നും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഒരു ചേഞ്ചിന് ഗോതമ്പ് ഉറട്ടി ആയിക്കോട്ടെ എന്ന് നമ്മളും കരുതി. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, ഞാൻ ഗോതമ്പ് ഉറട്ടി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ ഉറട്ടി ഉണ്ടാക്കി വെച്ചേക്കാണ്. അതിനോടൊപ്പം കോമ്പിനേഷൻ എന്ന് പറയുന്നത് വറ്റൽമുളകും ഉള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കറിയാട്ടോ. കറിയില്ല, വറ്റൽമുളകും ഉള്ളിയും കൂടെ ചതച്ച ഒരു ചമ്മന്തി പോലത്തെ ഒരു ഇത്. അതാണ് ആ ഒരു ഉറട്ടിക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ അമ്മ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് എന്തോ തീയലോ എന്തോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ദോശയ്ക്ക് കഴിക്കാൻ എപ്പോഴും നല്ലത് ആ ഒരു വറ്റൽമുളകും ഉള്ളിയും കൂടി ചതച്ചതാട്ടോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങി. അധിക സമയം ഇവിടെ നിൽക്കാനോ ഒന്നിനും പോയില്ല. കാരണം പുതിയ കാറിലെ നമുക്ക് പതിയെ അങ്ങ് പോവാം എന്ന് കരുതി. 900 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കേട്ടോ തിരുപ്പതി. അപ്പോൾ സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ ഒരു 2-3 മണിയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്താറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങി പതിയെ പോവാം എന്നൊക്കെ ഉള്ള കരുതിയിട്ടാണ് ഇറങ്ങിയത്. വേദ വീട്ടിൽ നിന്ന് പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ എടുക്കാനായിട്ട് മറന്നു. അങ്ങനെ അമ്മൂമ്മയുടെ നിന്ന് ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ കടം വാങ്ങിച്ചിട്ട് വരികയാണ്. എങ്കിലല്ലേ വേദയ്ക്ക് ബാക്ക് സീറ്റിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി ഉറക്കമാണ് വേദ കേട്ടോ. എന്തായാലും അവരോട് ടാറ്റാ ബാബായ് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയാണ്. ഇനി നേരെ നമ്മൾ തിരുപ്പതിയിലേക്കാണ് പോകുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യം എവിടെ പോയാലും ഇതുവഴിയാണ് പോകുന്നതെങ്കിൽ ഇവിടെ കയറിയിട്ടായിരിക്കും പോകുന്നത്. അതുപോലെ ഇപ്രാവശ്യം ഇവിടെ കയറിയിട്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി എവിടേക്കാണ്, തിരുപ്പതിയിലേക്ക് പതിയെ പോകും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ദേ ഇറങ്ങിയിട്ടുണ്ട്. 9:45 സാധാരണ നമ്മൾ 1 മണി 2 മണിക്കൊക്കെയാണ് തിരിക്കാറ്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ തിരിച്ചിട്ടുണ്ട്. പുതിയ വണ്ടിയൊക്കെയല്ലേ പതിയെ പോകാമെന്ന് കരുതി. പിന്നെന്താണ്, നമ്മൾ നാഗർകോവിൽ വഴിയാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ട്രിവാൻഡ്രത്തുനിന്ന് പോകുമ്പോൾ നാഗർകോവിൽ വഴി പോകുന്നതാണ് എളുപ്പം. അപ്പോൾ എന്തായാലും ഇതുവഴിയായിരിക്കും നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കരമന അതുവഴിയും പോവാം, ഇതുവഴിയും പോവാം. അപ്പം എന്തായാലും വീട്ടിൽ കയറിയിട്ട് പോവാം എന്നുള്ളൊരിതുകൊണ്ടാണ് ഈ റൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും ഇതുവഴി വന്നിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും തിരുപ്പതിയിലേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. വേദ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ എടുക്കാൻ മറന്നുപോയി. ഇവിടെ വന്ന് പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ എടുത്തത് സെറ്റായിരിക്കുകയാണ്. ഇനി കിടന്നൊരു ഉറക്കം, തിരുപ്പതി വരെ ഉറക്കം. ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിക്കാൻ മാത്രമേ വേദ എഴുന്നേക്കത്തുള്ളൂ. നല്ല മഴക്കാറുണ്ട്. 10 മണിയായി. ഏറ്റവും നല്ല മഴക്കാറുണ്ട്. 2 ദിവസം ട്രിവാൻഡ്രത്തൊക്കെ മഴ ആയിരിക്കുമെന്നാണ് പറയുന്നത്. നോക്കി കറുത്തിരുണ്ട് കിടക്കുന്നത്. ആന്ധ്രയിലൊക്കെ മഴയെന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഓൾഗ ഇപ്പോൾ പറയുന്നത് കേട്ടു. നമ്മൾ നാഗർകോവിൽ എത്തിയില്ല, എത്താറായി, എത്തിയില്ല. മഴ നോക്കിയേ, നല്ല മഴ കേട്ടോ. അങ്ങോട്ട് ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കുന്നും മലയും ഒന്നും കാണാൻ വയ്യ. മഴ ഒന്ന് കരിക്ക് കുടിക്കാമെന്ന് കരുതി നിർത്താമെന്ന് വെച്ചപ്പോൾ മഴ. വരുന്ന വഴിക്കെല്ലാം ചെറിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷേ അത് അമ്പലക്കുളമൊക്കെ വരുന്ന വഴിക്ക് മഴ ഉണ്ടായിരുന്നു. ഇത്രയും ഇതായിട്ടില്ല, ചെറുതായിട്ട് പൊടിങ്ങി നിന്നു. ഞാനൊന്ന് ഫാസ്റ്റാഗ് ചാർജ് ചെയ്തതാണ് ഗൈസ്. എനിക്ക് ഒരുമാതിരി വരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. മഴ മാറിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും നിർത്തി. എനിക്ക് കരിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല. ചായ
ചായ കുടിച്ചാൽ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ തോന്നൂല. നമ്മൾ ചട്ടിയൊക്കെ വെച്ച സ്ഥലം അവിടെ എത്തി. നമ്മൾ ഫസ്റ്റ് എന്താണ് ടോൾ പ്ലാസ കയറാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് ടോളുകളുടെ കളിയാണ്. ഇത് രസമല്ലേ? നമ്മളെപ്പോഴും കാണുന്ന തന്നെ സ്ഥിരം വഴി, സ്ഥിരം റൂട്ട്, സ്ഥിരം ഫാസ്ടാഗ്. ഇവിടെ മഴയില്ല കേട്ടോ, ചെറുതായിട്ട് പൊടിങ്ങി നിൽക്കുന്നതേ ഉള്ളൂ. വെയിലാണ്, വെയിലായിട്ടില്ല, ചെറിയൊരു ഇത്. വേദ സുഖം ഉറക്കം. ഒരു കട്ടൻ ചായ കുടിച്ചാൽ കൊള്ളായിരുന്നു. ചായ കുടിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ തോന്നില്ല, വയറ് നിറഞ്ഞിരിക്കും. കരിക്ക് വേണമെങ്കിൽ കരിക്ക് കുടിക്കാം. പെട്രോൾ അടിക്കണം. കാറിൽ ഇന്നലെ നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് 1500 മാത്രമേ അടിച്ചോളൂ പെട്രോള്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരണമെന്നറിയാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ കുറച്ച് റേറ്റ് കുറവില്ല. ഇവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ച് പോകാമെന്ന് കരുതി. ഇപ്പോൾ നമുക്ക് നിലവിൽ 16 കിലോമീറ്റർ മൈലേജാണ് കാണിക്കുന്നത്. കുറച്ചല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ പോകുമ്പോൾ അറിയാം കറക്റ്റ് എത്ര മൈലേജ് കിട്ടുന്നു. പിന്നെ സൂപ്പർ കംഫർട്ടബിൾ ഇരിക്കാനൊക്കെ കേട്ടോ. ഏട്ടാ ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. ഓട്ടോമാറ്റിക് അല്ലേ? എങ്കിലും നമുക്ക് മറ്റേ മാനുവൽ ഓടിച്ചുകൊണ്ട് ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറ്റാൻ ഇങ്ങനെ പോകണമാണ്. അതിൻ്റെ ഒരു ഇതുണ്ട്. കുറച്ച് സമയം എടുക്കും നമ്മളതുമായിട്ടൊന്ന് ഓക്കെ ആയി വരാനായിട്ട്. മാനുവൽ ഓട്ടോമാറ്റിക്കാ സുഖം? മാനുവല് നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. ഞാൻ ഇതുവരെ ഓടിച്ചില്ല കേട്ടോ. ഇനി കുറച്ചങ്ങോട്ട് പോയിട്ട് വേണം ഓടിക്കാനായിട്ട്. ഞാൻ പുതിയ വണ്ടിയല്ലേ, അതുകൊണ്ടൊരു എടുക്കാനൊരു ഇത്. എന്തായാലും കുറച്ചങ്ങോട്ട് പോയിട്ട് ഒന്ന് ഓടിച്ച് നോക്കണം. നോക്കി എന്ത് ഭംഗിയാണ്. നമ്മുടെ കേരളത്തിന്റെ ഭാഗമാണ് തമിഴ്നാട്ടിലായി കിടക്കുന്നത്. നല്ല വെയിൽ കേട്ടോ. നാഗർകോവിൽ എത്തുന്നതിന് മുന്നേ വരെ നല്ല മഴ. ഇപ്പോഴത്തെ വെയിൽ. ഇവിടെ എങ്ങും മഴയുടെ ഒരു ഇതും കാണുന്നില്ല, ലക്ഷണവും കാണുന്നില്ല. നാഗർകോവിൽ കഴിഞ്ഞാൽ ഇതുപോലത്തെ കാഴ്ചകളാണ്. വിൻഡ് മില്ലിന്റെ കളികളാട്ടോ. നല്ല രസമാണ്. നമുക്ക് ഇതിന്റെ തൊട്ട് താഴേക്ക് ഇറങ്ങി നിൽക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റും. നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ ഇതുവഴി ആണ് മിക്കവാറും. നമ്മൾ നോർത്തിലായാലും സൗത്തിലായാലും പോകണമെങ്കിൽ ഇതുവഴി ആണ് നമുക്ക് എളുപ്പം. ഇതാട്ടോ, ഇങ്ങനെ മുംബൈ ഒക്കെ പോകണമെങ്കിൽ അതായിരിക്കും അല്ലേ എളുപ്പം? ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. അതാണ് സ്ഥിരം എല്ലാ വീഡിയോയിലും ഒരേ റൂട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് വഴി ഒരുപാട് പേര് പറയാറുണ്ട്, ശ്രീകുട്ടി പോകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്, ശ്രീകുട്ടി പോകുമ്പോൾ വീഡിയോയിലൂടെ നമ്മൾ എല്ലാ സ്ഥലവും കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കാണിക്കണു എന്നുള്ളൊരിത് തോന്നരുത്. നമുക്ക് നമ്മുടെ കണ്ണിൽ എന്താണോ കാണുന്നത് അത് നിങ്ങളെയും മാക്സിമം കൗതുകമുള്ള കാഴ്ചകൾ കാണിച്ചു തരാം, അത്ര തന്നെ. വിൻഡ് മില്ല് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 4 സൈഡിലും പോകെ നമ്മുടെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കും വിൻഡ് മില്ല്. അതുപോലെ നമ്മൾ തിരുപ്പതി പോകുമ്പോൾ നമുക്കവിടെ ആളുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കമന്റ് കണ്ടു, തിരുപ്പതിയിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പോകുന്നവർ ഒരാളെ വെച്ച് ഇതിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കവിടെ ആളുണ്ടെങ്കിലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അതല്ല ചുമ്മാതല്ല, നമ്മൾ നേരത്തെ വിളിച്ച് പറയും. അപ്പോൾ അവർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റൊക്കെ കിട്ടാൻ കുറേ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ഒരു 6 months ഒക്കെ നോക്കണം. ഇതിപ്പോൾ നമ്മളൊരു 1 മാസം മുമ്പേ വിളിച്ച് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കും. നമ്മൾ ആ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെയാണ് കയറുന്നത്, അല്ലാതെ നമ്മൾ ചുമ്മാ ചെന്നങ്ങ് കയറുന്നൊന്നും അല്ല കേട്ടോ. ഒരുപാട് പേര് അങ്ങനെ കമന്റ് ഇട്ടിരുന്നു, നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പോകുമ്പോൾ അവരെന്തായിട്ട് പോകണു എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളും കഷ്ടപ്പെട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ എല്ലാ വർഷവും തിരുപ്പതി ഭഗവാനെ കാണാൻ പറ്റുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. കാരണം ഒരുപാട് പേര് എനിക്ക് പേഴ്സണലിയൊക്കെ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ, എങ്ങനെയാണ് പോകുന്നത്, ഏതാ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ബാക്കി പോകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും സത്യമായിട്ട് അറിയത്തില്ല. നമുക്ക് അവിടെ ഒരാളുണ്ട്, ആ പുള്ളിയെ വിളിക്കും. അദ്ദേഹം വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും, റൂമും എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കും. അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അവിടെ ചെന്നിട്ട് നമ്മൾ ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാതെ എനിക്ക് എങ്ങനെയാണ് ഓൺലൈൻ 6 മാസം മുന്നേ അവർ സൈറ്റൊക്കെ നിങ്ങൾ മീൻസ് ഫോളോ ചെയ്താൽ, ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്താൽ അവർ അപ്ഡേഷൻസ് തരുന്നുണ്ട്. ഞാൻ അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്ഡേഷൻസ് തരുന്നുണ്ട്. ആ സമയം നിങ്ങൾ ആ സൈറ്റിൽ കയറി എൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. പിന്നെ കുറേ ഏജൻസീസ് കൊണ്ടുപോകും. ഈ അവർ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഏജൻസീസ് ബൾക്കായിട്ട് അവരങ്ങ് ഓർഡർ ചെയ്യണം, മീൻസ് ബുക്ക് ചെയ്തിടും. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതിൽ നിന്ന് ബുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ബെറ്റർ എന്ന് പറയുന്നത് ഏജൻസി വഴി പോകുന്നതായിരിക്കും നല്ലത്. അവരോട് മുന്നേ പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അതനുസരിച്ച് പോകാൻ പറ്റും കേട്ടോ. അല്ലാതെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ വലിയ ഐഡിയ ഇല്ല. നമ്മളും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് തന്നെയാണ് ഭഗവാനെ കാണാനായിട്ട് പോകുന്നത്, എങ്കിലേ അതിൻ്റെ ശക്തി ഉണ്ടാവത്തുള്ളൂ.
ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഡിസംബറിലല്ല, നമ്മള് ഡൽഹിയിൽ പോയപ്പോ ഈ മരങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടി വെച്ചേക്കായിരുന്നു കേട്ടോ, നട്ട് വെച്ചേക്കായിരുന്നു. മുകളിലൊക്കെ ചാക്കോ എന്തോ വെച്ചിങ്ങനെ കെട്ടി വെച്ചിരിക്കായിരുന്നേ. അപ്പൊ ജസ്റ്റ് കൊണ്ടുവന്ന് നട്ട് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ദേ ഇപ്പൊ അതെല്ലാം ഇലയൊക്കെ ആയിട്ട് വന്നിരിക്കണം. മരമായിട്ടാണ് കൊണ്ടുവന്ന് അവര് നട്ട് വെച്ചിരുന്നത്. ഇപ്പൊ അതിലേ ഇലയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ അന്നത്തെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അറിയാം. നമ്മൾ ഡൽഹി പോയ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ. എന്തോ ഷൂട്ടിംഗ് ആണോ? ഇതെന്തോ ഫ്രീ ആയിട്ട് കൊടുക്കണം നോക്കട്ടെ. നൊങ്ക നൊങ്ക് 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 അയ്യോ എന്തോന്ന് കപ്പലണ്ടി തിരിച്ചു വരുമ്പോ വാങ്ങിക്കപ്പോ നമുക്ക് എന്തെങ്കിലും ഈന്തപ്പഴം അതെന്തോ പച്ച കപ്പലണ്ടി. അതുപോലെ നമ്മുടെ ഇന്നലെ കാർ ഇറക്കിയതിന്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട്. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു ബിഗ് താങ്ക്സ്. നമുക്ക് കൺഗ്രാജുലേഷൻസ് അയച്ച എല്ലാവർക്കും. ആക്ച്വലി നമ്മൾ ഇന്നോവ എടുക്കാനായിരുന്നു പ്ലാൻ കേട്ടോ. ഇന്നോവ നോക്കാനാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഇന്നോവയ്ക്ക് മൈലേജ് കമ്പനി എത്ര 12 പറയണത്, 10-12 പറയണത് കമ്പനി പറയുന്നത്. അപ്പം നമുക്ക് കിട്ടണത് 8 ആയിരിക്കും. പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യാൻ നമ്മുടെ കാർ പോർച്ച് കിടക്കാൻ കുഴപ്പമില്ല, കിടക്കും. അതല്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഈ മൈലേജ് ഒരു മെയിൻ ഇഷ്യൂ ആണ്. ഡെയിലി നമുക്കൊരു കുഞ്ഞു കാർ കൂടെ ഉണ്ടെങ്കിലും ഒക്കെ കേട്ടോ. ഒരു കാർ മാത്രമാകുമ്പോൾ നമുക്കിപ്പോൾ സിറ്റിയിലൊക്കെ പോയി വരാനും പാർക്കിംഗ് കാര്യം, വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോകണം, അങ്ങനെ പല പല കാര്യങ്ങൾ വരുമ്പോൾ നടക്കത്തില്ല. ഇപ്പം സ്കൂട്ടറിൽ 3 പേരും കൂടെ പോക്ക് നടക്കില്ല, വേദ വലുതായ ശേഷം പറ്റില്ല. കാറിൽ തന്നെയാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ സിറ്റി ഡ്രൈവിന് ഇന്നോവ വേണമെങ്കിൽ ചെയ്യാനില്ല എന്നല്ല പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈലേജ് വളരെ കുറവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യം വന്ന് സത്യം നമ്മൾ ബലേനോ മാറ്റണമെങ്കിൽ ഇന്നോവ തന്നെ എടുക്കണം എന്നും പറഞ്ഞ് തന്നെയാണ് ഇരുന്നത്. അതായിരുന്നു ഓപ്ഷൻ. ബലേനോ മാറിയാൽ അടുത്ത ഓപ്ഷൻ ഇന്നോവ. എപ്പോഴും മാറ്റിയാലും അങ്ങനെ തന്നെ തീരുമാനിച്ചിരുന്നത്. നമ്മൾ ഇന്നോവ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റി ഇട്ടൊക്കെ നോക്കി. പക്ഷേ ഒരു മൈലേജിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടാണ് നേരെ ക്രെട്ടയിലേക്ക് ചാടി. ക്രെട്ടയിൽ ചാടിയപ്പോഴും സെയിം ഇഷ്യൂ, മൈലേജ്. എന്നിട്ടാണ് നമ്മൾ ഈ ഹൈ റൈഡറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടോയ്ലറ്റൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അതിനിപ്പോൾ പോട്ട് പമ്പിൽ തന്നെ കയറാം. ഞാൻ ആ ഭംഗി കണ്ടാണ് ഇവിടെ നിർത്താൻ പറയും. ഇവിടെ നോക്കിയപ്പോൾ വൃത്തിയില്ല. ഫാസ്ടാഗിനോട് ചേർന്നൊരു വാഷ്റൂം കണ്ടു, പക്ഷെ വൃത്തിയില്ല. ഇനിയൊരു പെട്രോൾ പമ്പ് കാണുമ്പോൾ നിർത്തും, പെട്രോൾ അടിക്കുക, ടോയ്ലറ്റിൽ പോവുക. 12 മണി 12:30 ആയി. ഇനി ഫുഡ് കഴിക്കാം. ഇപ്പോഴേ നോക്കിയാലേ ഏട്ടൻ കൊണ്ടുവന്ന് 2 മണിക്കെങ്കിലും എവിടെയെങ്കിലും നിർത്തും. ചായയോടെയും നടന്നില്ല, ഒന്നും നടന്നില്ല. നമ്മൾ കാർ മെയിനായിട്ട് ഇത് തന്നെ ഗ്രാൻഡ് വിറ്റാര നമ്മുടെ ഇത് രണ്ടുമാണ് ലാസ്റ്റ് ഫൈനൽ വന്ന് നിന്നത്. വേദ ടെസ്റ്റ് ഡ്രൈവിന് ആദ്യം കൊണ്ടുവന്ന ഇന്നോവ നമ്മുടെ ഇവിടെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നിട്ട് തിരിച്ച് ഷോറൂമിൽ പോയിട്ട് ഹൈ റൈഡറിൽ വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം മുതൽ തുടങ്ങിയ ബഹളമാണ് വേദ. വേറെ ഒരു വണ്ടിയും വേണ്ട, ഹൈ റൈഡർ മതി എന്ന് പറഞ്ഞുള്ള ഒരേ വാശി. പിന്നെ അവളെ ഇഷ്ടത്തിന് നിൽക്കാതെയാണ് നമ്മൾ ക്രെട്ട ഓൾമോസ്റ്റ് ബുക്ക് ചെയ്യാൻ എല്ലാം പോയിട്ടാണ് അത് അങ്ങ് മാറ്റി. ക്രെട്ട സൂപ്പറാണ് കേട്ടോ, പക്ഷെ മൈലേജിന്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഫാർ ബെറ്റർ. മൈലേജിന്റെ ഒറ്റൊരു കാര്യത്തിലാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. മൊത്തത്തിൽ നമുക്ക് ഈ വണ്ടി ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ദേ മൈലേജ് 18 ആയിട്ടുണ്ട്. 120 കിലോമീറ്റർ ആയപ്പോൾ നമുക്ക് 18 കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ലോങ് പോകുമ്പോഴേ നമുക്ക് കറക്റ്റ് മൈലേജ് ഒക്കെ എത്രയായി ഏതായി എന്നൊക്കെ ഉള്ളത് കിട്ടും. അതുകൊണ്ട് പമ്പിൽ വന്നു. വണ്ടിക്ക് ഫുൾ പെട്രോൾ. വണ്ടിയുടെ ദാഹവും വിശപ്പും ഒക്കെ മാറ്റാനായിട്ട് അടിക്കുകയാണ്. ഇനി നമ്മളൊരു പറക്കും. ഇന്ന് വലിയ പറക്കലൊന്നും ഇല്ല കേട്ടോ. എണീറ്റു. അവിടെ അല്ല, അത് ഹാൻഡിക്യാപ്ഡ്. പുറത്തൊരു വെയില്, ചൂട് കരിഞ്ഞു പോണ കേട്ടോ. നമ്മുടെ മുത്ത് കിടക്കുന്ന നോക്കിയേ. നമ്മുടെ സ്പീഡ് എത്രയാണ്? 60. 180-ലും 120-ലും പൊക്കോണ്ടിരുന്ന മനുഷ്യൻ പുതിയ കാറ് കിട്ടിയപ്പോൾ 60, 70, 80. കൂടിപ്പോയ സ്പീഡ് 80. ഇത് മറ്റേ സിമെന്റ് ഫാക്ടറിയുടെ ഇത്. നമ്മളെപ്പോഴും ഇതുവഴി പോകുമ്പോൾ വൈകുന്നേരമാണ്. റാംകോ സിമെന്റ്. വൈകുന്നേരമാണ് ഇതുവഴി പോണതേ. അപ്പോൾ കാണാൻ പറ്റൂല, ജസ്റ്റ് ഒരു നിഴൽ മാത്രമേ കാണും. ഇപ്പത്തെ പകല് നമ്മൾ പോവാണ്. റാംകോ മധുര എത്താറായേ. ഈ പോക്കിലായിരുന്നെങ്കിൽ ഏട്ടായി മധുരയൊക്കെ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും എത്തിയാന്. നമ്മൾ നേരത്തെ പോകുന്ന സ്പീഡിലായിരുന്നെങ്കിൽ പൊടി. സോറി ഗൈസ്, ഇത് റാംകോയുടെ സിമെന്റ് കമ്പനി അല്ല, ഇത് വേറെ ശങ്കർ എന്നൊക്കെ ആയിരുന്നു കേട്ടോ.
ഇത് ഇന്ത്യ സിമെന്റ് ശങ്കർ നഗർ. ഈ സൈഡിലാട്ടെ, ഈ സൈഡിലാണ് റാംകോയുടെ വരുന്നത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാട്ടോ. ഇത് അത് കുറച്ചുകൂടെ വലുതാണ്. ഇല്ല നമ്മൾ മുന്നേ എത്തുന്നത് വലിയ ഫാക്ടറി. ഇതിനെക്കോട്ടെ ഒരുപാട് നീളം ദൂരമുണ്ട്. അയ്യോ, ഈച്ച നമ്മുടെ വണ്ടിക്കകത്ത്. നമ്മുടെ മധുര പോലും കരിപ്പെട്ടി നോക്കി, ഇങ്ങോട്ട് എല്ലായിടത്തും കരിപ്പെട്ടിയും നൊങ്കും. വേണ്ട, നമുക്കവിടെ വീട്ടിലെ കരിപ്പെട്ടിയുടെ ആവശ്യമൊന്നുമില്ല. ഇവിടെ എല്ലാം നിറയെ കരിപ്പെട്ടിയും നൊങ്കും, വിൻഡ് മില്ലും. നമ്മൾ 1:45. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ UP എവിടെയോ പോയപ്പോൾ ഇറങ്ങി അതേ ഹോട്ടൽ ശരവണ ഭവൻ, ഇവിടെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഭയങ്കര ഹ്യൂമിഡിറ്റി അല്ല, ഭയങ്കര ഒരു ചൂട്, ഒരു ആവി, എന്തൊക്കെയോ എനിക്ക് എന്നെ പറയാൻ അറിയില്ല കേട്ടോ. വെയിലും ഉണ്ട്, കാറ്റും ഉണ്ട്. ഇതൊക്കെ AC തന്നെ എന്തോ. ചപ്പാത്തി പൊറോട്ട എല്ലാം ഇറുക്കാന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഇറുക്ക് വേദയ്ക്ക് അത് മതി, എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പൊറോട്ട കോവേദ, 2 സെറ്റ് ചപ്പാത്തി ഫോർ ഏട്ടൻ ആൻഡ് മീ. കൊത്തു പൊറോട്ട വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിച്ചതില്ല, ഇവരാരും സഹായിക്കില്ല, അത് അത്രയും ഞാനിരുന്ന് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് കൊത്തു പൊറോട്ട ക്യാൻസൽ, ചപ്പാത്തി. ഇനി നമുക്ക് നമ്മുടെ ഫോൺ കുറച്ച് ചാർജ് ഇട്ടാലോ? ഭയങ്കര ചൂടല്ലേ ഇതിനകത്ത്? ഇല്ലേ, AC ഇരുന്നിട്ട് ഇറങ്ങിയോണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഭീകര ചൂട്. അത് ഞാൻ ഇതിട്ടേക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ചൂടുണ്ടോ? ഭയങ്കര ചൂടുണ്ട്. എനിക്ക് ചൂടുണ്ട്. ബൺ പൊറോട്ടയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കണേ. നല്ല സോഫ്റ്റ് പൊറോട്ട. ഒരു റൈത്ത തരും, പൊമഗ്രാനറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കേസരിയുണ്ട്, കുറുമ, കടലക്കറി എന്നാണ് പറഞ്ഞത്. ചപ്പാത്തിയൊക്കെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. എന്തോ പൊറോട്ട അടിപൊളി. കുറുമക്കറി അടിപൊളി. റൈത്ത നോക്കട്ടെ, കഴി. നല്ല കോമ്പിനേഷൻ. ലഞ്ച് കഴിച്ചു, അപ്പോഴേക്കും ഒരു ജ്യൂസ് കൂടി കുടിച്ചേക്കാമെന്ന് കരുതി. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ജ്യൂസ് കോർണർ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഒരു ഷമാം ജ്യൂസ്, പിന്നെ ഒരു 2 സോഡ ലൈമും 1 മിൻറ്റ് ലൈമും ഓർഡർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബില്ല് വാങ്ങി ഇവിടെ കൊടുത്താലേ അവർ അടിച്ച് തരത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പക്കാവടയും എന്തോ പോലത്തെ സാധനങ്ങളൊക്കെ അവിടെ വറുത്ത് വെച്ചിട്ട് ടേസ്റ്റിംഗ് ഉള്ളി എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. സാധാ നമ്മുടെ പക്കാവട പോലെ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞ് വെച്ചിരുന്നത് കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം എന്ന് കരുതി. അങ്ങനെ പക്കാവടയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ജ്യൂസും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന സമയത്തൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഭീകര തിരക്കാണ്. പക്ഷേ ഇപ്പോൾ ഈ സമയം ആയതുകൊണ്ടാവും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ അടിച്ച് കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് കൊടുത്തവർക്ക് അടിക്കേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ താമസം ഇല്ലായിരുന്നു. സ്ട്രോഡ് സ്വീറ്റ് ആൻഡ് സോൾട്ട്, ലൈം സോഡ സോൾട്ട് ആണ്. അതേത് ഷമാമല്ലേ? ഇവിടുത്തെ വെള്ളം ഷമാം ഷേക്ക്, വേദൂട്ടിയുടെ ലൈം സോഡ. ഇനി ഒരു മെയിൻ ലൈം കൂടെ പറഞ്ഞിട്ടുണ്ട്. മിൻറ്റ് ലൈം, കള്ളി, സോൾട്ട് ആൻഡ് ഷുഗർ ആണ്. ഭക്ഷണം കഴിച്ചു, ജ്യൂസ് കുടിച്ചു. ടീയൻ്റെ ഇടയിലെടുക്കെ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. മധുര എത്തിയില്ല കേട്ടോ, നമ്മൾ മധുര പോകണ്ട, അതിന് മുന്നേ തിരിഞ്ഞ് നമ്മൾ പോകും, ചെന്നൈ റൂട്ട്. നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. ഇനിയൊരു ഉറക്കം. സമയം എത്രയായി? 2:45. ഒരു ഉറക്കം ഇറങ്ങി എണീക്കുമ്പോൾ ഏട്ടൻ എവിടെയെങ്കിലും ചായ കുടിക്കാൻ നിർത്തും. അപ്പം നമ്മൾ എണീക്കും. എന്നോടും വേദയോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഉറങ്ങി എണീറ്റിട്ട് കാണാം. 2:45 കിടന്നു, 3:30 ആയപ്പോൾ എണീറ്റു.
വെയിൽ കേട്ടോ, കറക്റ്റ് മുഖത്ത് തന്നെ അടിക്കുന്നു. ചെറിയ പരിപാടികൾ നമ്മളെ വണ്ടിയിൽ ഇനിയുണ്ട്. നമുക്ക് ഫുൾ മാറ്റ് ചെയ്യാനുണ്ട്, ഡാൻഡി ഗ്ലെയർ എന്തോ ചെയ്യാനുണ്ട്, പിന്നെ എന്ത് സൺഗ്ലാസ്സാ, സൺ പ്രൊട്ടക്ഷൻ അടിക്കാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് തിരുപ്പതി പോയിട്ട് വന്ന് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വെയിൽ ഡയറക്റ്റ് മുഖത്തിനെ ഒന്ന് അടിച്ചിട്ട് പൊള്ളി പോണുണ്ട്. അങ്ങനെ സുഖം ഉറക്കമായിരുന്നു. വെയിലിൻ്റെ ശക്തി കൊണ്ട് ഞാൻ എണീറ്റു. മധുര ഇതുവരെ എത്തിയിട്ടെന്ന് തോന്നുന്നു. സമയം എത്രയായി? 3:30 ആയിട്ടാ. നമ്മൾ സാധാരണ ട്രിവാൻഡ്രത്തുനിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരിച്ചവിടെ ഈ സമയമൊക്കെ ആകുമ്പോൾ എത്തുന്നതാണ്. പുതിയ കാറായതുകൊണ്ട് പതുക്കെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടുള്ളൂ. പതുക്കെ മാക്സിമം 80 വരെ പോകുന്നുള്ളൂ. 80 പോകുന്നില്ല. പോവാണ്. ഇനി ഒരു 5-5:30 മണിയാകുമ്പോൾ ചായ കുടിക്കാം. നോക്കി എന്ത് വെയിലാണെന്ന്. ഒരു തണൽ പോലും ഒരു സ്ഥലത്തും കാണാനില്ല. നമ്മളാ ട്രിവാൻഡ്രത്തൊക്കെ മഴയെന്ന് ചീമ വിളിച്ചപ്പോൾ പറഞ്ഞു. നാഗർകോവിലൊരു നല്ല മഴയായിരുന്നു. ഞാൻ കരുതി ഓഹോ മഴയായിരിക്കും, എങ്ങനെ പോവും, പെട്ടല്ലോ. പോണ കാര്യം കുഴപ്പമില്ലെങ്കിലും മഴയെങ്കിൽ ഒരു മാതിരിയല്ലേ. പക്ഷേ ഈ വെയിൽ കണ്ട. മധുര എത്തിയേട്ടാ. മധുര കഴിഞ്ഞിട്ട് മധുരന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ മധുരന്ന് റൈറ്റ് ചെന്നൈ റൂട്ട് തിരികെ പോവാണ്. തിരുപ്പതി പോവാണ്. ഇല്ല, മറ്റേ ഇങ്ങനെ മിന്നി നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോവാം. ഇതാണ് നമ്മുടെ തിരുപ്പതി റൂട്ട് കേട്ടോ. സ്ട്രെയിറ്റ് വേണമെങ്കിൽ പോവാം, അത് കുറച്ച് ദൂരം കൂടുതലാണ്. പക്ഷേ ഈ റൂട്ടാണ് കുറച്ചുകൂടെ ഈസി റൂട്ട് കേട്ടോ. ചെന്നൈ റൂട്ട്. ആക്ച്വലി ചെന്നൈക്ക് അടുത്താണ് തിരുപ്പതി. ഫ്ലൈറ്റിലൊക്കെ വരുന്നവർക്ക് തിരുപ്പതി എയർപോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ചെന്നൈയിൽ വന്നിട്ട് വരുമ്പോഴും ഒക്കെ എളുപ്പമാണ് തിരുപ്പതിയിൽ വരാനായിട്ട്. വാവ്. സാധാരണഗതിയിൽ നമ്മളിതുവഴി പാസ് ചെയ്ത് പോകുന്ന എല്ലാ പ്രാവശ്യവും വൈകുന്നേരം രാത്രിയാവും, ഇരുട്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇന്ന് അടിപൊളി. ആഹാ, ഇതിപ്പോഴാട്ടോ കാണുന്നത്. നല്ല രസമുണ്ട്. പോവാം. കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി ഇങ്ങനെ നിർത്തിയതാണേ. വൈകുന്നേരം ഒരു 5 മണിയാണേ സമയം. നല്ല രസമുണ്ട് കേട്ടോ. മഴ പെയ്ത് നിറങ്ങി നിൽക്കുന്ന പോസ്റ്റൊക്കെ നിൽക്കുന്ന കേട്ടോ. നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ ഒരു കോഫി ഷോപ്പിൽ, വസന്ത് ഭവൻ്റെ പാർട്ടായിട്ടുള്ളൊരു കോഫി ഷോപ്പിൽ കയറുകയാണ്. എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, അണ്ണാ എന്താ സ്ഥലത്തെ പേരെന്നാ? പ്ലേസ് നെയിം? ഓക്കെ ശരി. ഹിന്ദിക്കാരൻ ചേട്ടനായിരുന്നു. ചേട്ടന് തമിഴ് അറിയില്ല, മലയാളം അറിയില്ല, ഹിന്ദി അറിയും. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല. നല്ല വടയുടെ മണമൊക്കെ വന്നു. എന്തുള്ളത്? സ്നാക്സ്. നല്ല വടയൊക്കെ ഉണ്ട്. ചേച്ചി എന്തോ സാധനം ഉണ്ട്. അതെന്നാ? പണിയാരം. അതാണല്ലേ പണിയാരം. ഇങ്ങ ഇരിക്കാ പണിയാരം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? പണിയാരം ഒരു സ്പൈസിയും ഒരു സ്വീറ്റും കൊടുക്കും. ബോത്ത് 1 pieces. ചട്നി എടുക്കാ? ഇപ്പോൾ തമിഴ് പനിയാരം കഴിക്കുകയാണ്. ടീ, ഒരു ഉഴുന്നുവട. ഏതൊക്കെ ഉഴുന്നുവട? ഒരു ടീ, ഒരു കോഫി. സ്ട്രോങ് ടീ. സ്ട്രോങ് വേണോ? നോർമൽ ടീ. ഒരു നോർമൽ ടീ, ഒരു സ്ട്രോങ് ടീ. പഴക്കൊക്കെ ഉണ്ട്. പണിയാരം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സ്ട്രോങ് ടീ, ഒരു നോർമൽ ടീ, ഒരു കോഫി. പണിയാരം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. പണിയാരം കൊള്ളാം. സ്വീറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടേ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് സ്പൈസി എന്നാണ് പറഞ്ഞത്. ഇത് ഉഴുന്നുവട പോലെ. ഇതാണ് കള്ളുകാടമ്മ തോന്നുന്നു. സുഖിയാണെന്ന് പറയുന്ന സാധനം ഇതാണെന്ന് തോന്നുന്നു. രണ്ടും കൊള്ളാം. സ്വീറ്റ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കടാ.
എങ്ങനെയുണ്ട്? ഇത് ഒരെണ്ണം 5 രൂപ, ഇത് ഒരെണ്ണം വലുത്, ഒരെണ്ണം 10 രൂപ. ചെറുതായതുകൊണ്ട് മറ്റേത് ഒരെണ്ണം 5 രൂപ, രണ്ടെണ്ണം 10 രൂപ. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. റവയാണെന്ന് തോന്നുന്നു. ഒരു കേസരിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ചുട്ട കോഫി ഇതാണ്. ഞാൻ ചേച്ചിയാണ് പരിയാണം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതല്ല സൂപ്പർ സാധനം. കുറേ നാളായിട്ട് ഉണ്ടാക്കണമെന്ന് കഴിക്കണമെന്ന് കരുതിയ സാധനം കഴിച്ചു. ചായ കൂടി കഴിഞ്ഞു. എന്തോ സാധനമാണ് നമ്മൾ കഴിച്ചത്? പരിയാനം. പരിയാനം കഴിച്ചു, വട കഴിച്ചു, പനിയാനോ അങ്ങനെ എന്തോ കേട്ടാ. വേദ ബിങ്കോ കഴിച്ചു. അല്ല ബിങ്കോ വാങ്ങിച്ചു. നല്ല ചായയും നല്ല കോഫിയൊക്കെ ആയിരുന്നു. ഒരു ചായക്ക് 20 രൂപ ഗൈസ്. ഒരു കോഫിക്ക് 25 രൂപ. കുഴപ്പമില്ല. വടയൊക്കെ സാധാരണ നമ്മുടെ ഇവിടെ കിട്ടുന്ന റേറ്റ്. പക്ഷെ ചായക്ക് കുറച്ചൊക്കെ അടുത്ത് പോയി 20 റുപ്പീസ്. ഞാനേ ചുമന്ന ബലേനെ നോക്കിയാണ്. സാധാരണഗതിയിൽ ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. ഏട്ടനാണ് ഓടിക്കുന്നതെങ്കിൽ ഏട്ടൻ തന്നെ ഡ്രൈവ് ചെയ്യും. അയാളൊന്നിടിച്ചാ ഡ്രൈവ് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കുറച്ച് ഓടിച്ച് നോക്കാൻ കൊതിയാവുന്നു. എനിക്ക് ഇരുട്ടിയാൽ ഒട്ടും പറ്റത്തില്ല കേട്ടോ, ഓടിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കാനായിട്ട് പോവുകയാണേ. കുറച്ച് ദൂരം, അധികം ഒന്നും പോവില്ല, കുറച്ച് ദൂരം ഒന്ന് ഫസ്റ്റ് ടൈം നമ്മുടെ കാറ് എടുക്കുകയാണ്. ഞാൻ ക്ലച്ച് ചവിട്ടേട്ടാ. നമ്മളത് ഓട്ടോമാറ്റിക്കല്ലേ. ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക്. സ്റ്റാർട്ട് ചെയ്യണമല്ലേ? ഓക്കെ, സ്റ്റാർട്ടായല്ലേ? അല്ല ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ, അത് പറയണ്ടായിരുന്ന? ഓക്കെ, എനിക്കറിഞ്ഞൂടെ. അല്ല ഡ്രൈവ് മോഡ്. ശരിയാണ്. ഓക്കെ. ഫസ്റ്റ് ഒന്ന് ഫ്രണ്ട് എടുത്തിട്ട് ബാക്ക് എടുക്കാൻ ഏട്ടൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ റിവേഴ്സ് എടുക്കുകയാണ്. ഇത് കുഴപ്പമില്ല. പിന്നെ ആക്സിലേറ്റർ കൊടുക്കണ്ടല്ലേ റിവേഴ്സ് എടുക്കുമ്പോൾ? ക്യാമറയൊക്കെ ഉണ്ട്, എങ്കിലും ഫസ്റ്റ് ടൈം എടുക്കുന്നത് കൊണ്ട് മിറർ എൻ്റെ ഇഷ്ടത്തിനല്ല ഇരിക്കുന്നത്. ഇത് മടക്കി വെച്ചൊക്കെയാണ് മിറർ. സെക്യൂരിറ്റി കിടന്ന് അടിയോടടി അല്ല വിസില്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മാപ്പ് കൂടെ ഇടാം. ഓക്കെ, ഒരു വണ്ടിയില്ല. നമ്മൾ സ്ലോയിൽ പോകുമ്പോൾ ഗൂഗിളമ്മച്ചി നമ്മൾ സ്ലോയിൽ പോകുമ്പോൾ റൈറ്റ് സൈഡ് ചേർന്ന് വേണം പോവാൻ അല്ലേ? മഴ വരണം. എന്ത്? എനിക്ക് ഹോണ് വേണം. ഹോണ് നിർബന്ധമാണ്. ഇവിടെ ഒന്നും കുഴപ്പമില്ല. അത് മെയിൻ സിറ്റിയിലൊക്കെ കയറുമ്പോഴാണ് എല്ലാവരും കൂടെ കയറി നിൽക്കുക. അപ്പം നമ്മൾ ഹോൺ അടിച്ച് പേടിപ്പിക്കും. അവിടെ എത്ര സ്പീഡിൽ പോവോ? ഗൈസ്, അടിപൊളി മഴ. ഇതേ വെള്ളം പോണോ നോക്കി. ചേമ്പിലയിലെ വെള്ളം ഒഴിക്കും പോലെ ഇങ്ങനെ സ്പ്രെഡായി പോകണം കേട്ടോ. അതിന് പുതിയ വണ്ടി ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഒന്ന് വൈപ്പർ ഇട്ടാന്നിട്ട് അവിടെ നിൽക്കുന്നില്ല വെള്ളം. ദേ കണ്ടോ, അങ്ങ് പോവുകയാണ്. എന്തായാലും നല്ല വെയിലായിരുന്നു. ഇപ്പൊ ദേ മഴയും തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഒന്ന് റിലാക്സ്. നൂഡിൽസിന്റെ ടേസ്റ്റ്. വേദ അവിടെ നിന്ന് ബിങ്കോ വാങ്ങിയത് ഇപ്പോഴാട്ടോ പൊട്ടിച്ച. വണ്ടിയിലൊക്കെ ആക്കണ്ടെന്ന് കരുതി പുറത്തിറങ്ങിയിട്ടാണ് ഇപ്പൊ കഴിച്ചത്. നമ്മൾ കാലൊക്കെ നിവർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള സമയം ആയില്ല, വിശപ്പുമില്ല. എനിക്ക് ജ്യൂസ് മതി, വേദയ്ക്കും ജ്യൂസ് മതി, ഏട്ടനും ജ്യൂസ് മതി എന്ന് പറഞ്ഞു കേട്ടോ.
മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാം. വെള്ളം ഫ്രണ്ടിൽ ഇരുന്ന് തീർന്ന് അതിനെ ഷിഫ്റ്റ് ചെയ്യണം. എവിടെ വെള്ളമൊക്കെ കുറേ കൊണ്ടുവന്നു. ഒരു ഗ്ലാസും പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ചീപ്പ് എടുത്തിട്ട് ഇവിടെ വെച്ചടാ. ഓക്കെ. വേറെക്ക് ചെറിയ ചുമ. കഫ് സിറപ്പ് നീ കുടിച്ചായിരുന്നാ? എപ്പോ? രാവിലെ. ഉച്ചക്കൊന്നും കുടിച്ചില്ലല്ലോ. ഇപ്പൊ കഫ് സിറപ്പ് കൂടെ കുടിയേ. കട്ടൻ ചായ ഉണ്ടായി കുടിക്കായിരുന്നു. ആ ബിങ്കോ കാണിച്ചോട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല നൂഡിൽസിൻ്റെ ഒക്കെ ടേസ്റ്റിലുള്ള ബിങ്കോ. കൊറിയൻ ബിങ്കോ എന്ന്. ഒരു കട്ടൻ ചായ കുടിക്കാം. വെള്ളമെല്ലാം റീഫിൽ ചെയ്തു. വേദയ്ക്ക് മരുന്ന് കൊടുത്തു. വെട്ടേക്ക് നോക്ക്. വെട്ടേക്ക്. പക്ഷെ വയറിൽ സ്ഥലമില്ല. ഒരു കട്ടൻ ചായ. അങ്ങനെ കട്ടൻ ചായ വേണോ? ലൈം ടീ ഉണ്ടാകുന്നോ? ലൈം ടീ ഇരിക്കാ? ലൈം ടീ. ലൈം ടീ இருக்கா? செம்பருத்தி நெல்லிக்காய் ഗ്രീൻ ടീ. എനിക്ക് സാധാരണ ബ്ലാക്ക് ടീ വരും. രണ്ട് ലൈം ടീ. ലൈം ടീ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ട് ലൈം ടീ അണ്ണാ. രണ്ട് ലൈം ടീയേ. രണ്ട് ലൈം ടീ. വേദയെ കിൻഡർ ജോയ് വിളിക്കണമെന്ന്. വേദ വാ വേദാന്ന് വിളിച്ചത്. തമിഴ്നാട്ടിലൊക്കെ വന്ന ഇങ്ങനെ ടോക്കൺ സിസ്റ്റം ആണ് കേട്ടോ. നമ്മൾ ടോക്കൺ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. പറ രണ്ട് ലൈൻ ചെയ്യുന്നു. അണ്ണം ബിസി. ലൈൻ ടീ. ബിസിയാ? വേദയ്ക്ക് ഫുഡൊന്നും വേണ്ടാന്ന് കേട്ടാ. ബിങ്കോ പകുതി കഴിച്ചു. ഫുള്ള് കഴിച്ചില്ല. കാല്. അതാ കിൻഡർ ജോയ് ഇപ്പൊ തന്നെ പൊട്ടിച്ച് കഴിച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടൂല. അതാ ഇപ്പൊ തന്നെ പൊട്ടിച്ച് കഴിച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനം. ഇതെന്തിനു വേണ്ട. ഇന്നാളാണ് ഇപ്പൊ വൃത്തിയാക്കിയപ്പോഴാണ് ഒരു ലോഡ് ടോയ് എടുത്ത് കളഞ്ഞത്. ഇനി ഇതെന്തിന്? ഒക്ടോപ്പസ് ഡി. അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ലൈം ടീ റെഡിയാ? എനിക്കില്ലേ കിൻഡർ ജോയ്? ഓക്കെ, താങ്ക് യു. ആഹാ, മിൻ്റൊക്കെ ഇട്ട് തന്നു കേട്ടോ. താങ്ക് യു. ഇപ്പൊ പോയാനെ. അപ്പോൾ അവിടെ ഇത്ര സ്പേസേ ഉള്ളൂ. അവിടെയാണ് ആ ചേട്ടൻ വെച്ചത്. വേണ്ട 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 വേണ്ട. പറ. കഴിച്ചതിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ട്, നോക്കിയിട്ടിരിക്കണം. അടിപൊളി ലൈം ടീ. ഏട്ടന് ചിലപ്പോൾ മധുരം കൂടുതലായിരിക്കും കേട്ടോ. എനിക്ക് കറക്റ്റ് മിൻറ്റ് ലീവ്സ് ഒക്കെ ഇട്ട്. ഭക്ഷണം കഴിക്കണ്ടെന്നൊക്കെ വച്ചുവെങ്കിലും വിശക്കുന്നു. 10 മണിയൊക്കെ ആവാറായി. അപ്പോൾ വിശപ്പുണ്ട്. രാത്രി ഫുൾ നമ്മൾ ഡ്രൈവ് ചെയ്തല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മണ്ണ് കയറിയത്. അതുകൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അകത്തിരിക്കണോ പുറത്തിരിക്കണോ? അകത്തിരിക്കാം അല്ലേ? അകത്തിരിക്കാം. ദോശ മാത്രമേ ഉള്ളോ? എന്നാ ഇருக்கு? என்ன இருக்கு? சப்பாத்தி பரோட்டா, நெய் ரோஸ்ட், பொடி ரோஸ்ட், ஆனியன் ரோஸ்ட். നെയ് റോസ്റ്റ്, പൊടി ദോശയാ? എനിക്കൊരു പൊടി ദോശ. നമുക്ക് വേണം ഷെയർ ചെയ്യാം. ഒരു പൊടി ദോശ, 2 പൊടി ദോശ. அடுத்த ஒரு ரைஸ் போடுப்பா.
വലിയ ദോശ. അയ്യോ, അത് കള വേറെ എല്ലാം കൊടുക്കുമോ? ചമ്മന്തിയൊക്കെ മുക്കി തിന്നുമ്പം ഉപ്പ് നല്ല കള്ളിക്കാടമ്മയ്ക്ക് ഇഷ്ടപ്പെടും. വേണ്ട ഓ അത് പറന്നു പോണ് കൊഞ്ചം പോതും ഇங்கே சைடில் வச்ச போதும். மீன் சட்னியா? மதி மதி சாம்பார் வேണ്ട சட்னி வச்சிருக்கேன். വെള്ള ചട്നി കൊള്ളാം. പോതും പോതും. എന്തായാലും ഡിന്നർ കഴിച്ചു. ദോശ പറഞ്ഞെങ്കിലും വലിയ ദോശയായിരുന്നു. ഞാനും കഴിച്ചില്ല, ഏട്ടനും കഴിച്ചില്ല, പകുതിയേ കഴിച്ചോളൂ. അപ്പോൾ ഒരു കോഫിയുടെ കുടിച്ചാൽ ഉറക്കത്തിനൊരു പോയി, ഒരു കപ്പ് വെച്ചപ്പോൾ കേൾക്കാത്ത പോലെ പോയി. അപ്പോൾ ഉറക്കത്തിന് കോഫി നല്ലതായതുകൊണ്ട് കോഫി കുടിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ തിരുപ്പതി വിശേഷം ഞാനിവിടെ എൻഡ് ചെയ്യാമെന്ന് കരുതാണ്. നാളെ രാവിലെ നമ്മളവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് കൂടുതലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ബാക്കി തിരുപ്പതിയിൽ എത്തിയിട്ടുള്ള വിശേഷം നാളെ കാണിക്കാം. ടാറ്റാ, ബൈ.